നമസ്കാരം. തിരുവല്ലയിലെ നഗരമധ്യത്തിൽ സ്പാ സെന്ററിൽ ജീവനക്കാരിയെ കത്തിമുനയിൽ നിർത്തി ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസിലെ ഒരു വിഭാഗത്തിന് ഗുണ്ടകളുമായി അടുത്ത ബന്ധമുണ്ടെന്ന ഗുരുതര വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നു. കുപ്രസിദ്ധ ഗുണ്ട മരണ സുബിനും സംഘവും നടത്തിയ അഴിഞ്ഞാട്ടത്തിന് പോലീസിന്റെ മൗനാനുവാദം ലഭിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. സ്പാ കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ അന്വേഷണം പോലീസുകാരിലേക്കും നീളുന്നുണ്ട്. ഗുണ്ടകളും പോലീസിലെ ഒരു വിഭാഗവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചത്. സ്പാ കേന്ദ്രങ്ങളിൽ നിന്നും കൃത്യമായ മാസപ്പടി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ തിരുവല്ല സ്റ്റേഷനിൽ ഉണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പീഡനം നടന്ന സ്പാ ഉൾപ്പെടെയുള്ള നഗരത്തിലെ സമാന കേന്ദ്രങ്ങളിൽ ചില പോലീസുകാർ നിത്യസന്ദർശകരായിരുന്നു. പ്രതികളായ ഗുണ്ടകൾക്ക് പോലീസിൽ നിന്നും വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഇത്തരമൊരു ക്രിമിനൽ സംഘത്തിന് നഗരത്തിൽ അഴിഞ്ഞാടാൻ പോലീസിന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നോ എന്നും അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുമ്പോൾ ആഭ്യന്തര അന്വേഷണമാണ് പോലീസ് തന്നെ പ്രഖ്യാപിക്കുന്നത്. ഗുണ്ടാ സംഘങ്ങളുമായുള്ള പോലീസിന്റെ വഴിവിട്ട ബന്ധം സേനയുടെ പ്രതിച്ഛായയെ ബാധിച്ച സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ കർശന ഇടപെടൽ. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും ഉന്നത പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. സംഭവ ദിവസം പ്രതികളെ സഹായിച്ചവരും സ്പാ ഉടമകളുമായി വഴിവിട്ട ബന്ധമുള്ളവരും അന്വേഷണ പരിധിയിൽ വരും. അതേസമയം തിരുവല്ല നഗരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്പായിൽ ഫെബ്രുവരി 1 തീയതിയാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. കാപ്പ കേസ് പ്രതി മരണ സുബിനും കൂട്ടാളികളും പലതവണ സ്പായിലെത്തി ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ടു. 50,000 രൂപ നൽകണമെന്നായിരുന്നു ഭീഷണി. സ്പാ ഉടമ ആവശ്യം തള്ളിയതോടെ ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി. പണം കിട്ടില്ലെന്ന് വന്നതോടെ ഫെബ്രുവരി 1 തീയതി ഉച്ചയ്ക്ക് സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി. ജീവനക്കാരിയെ വലിച്ചിഴച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി കഴുത്തിൽ കത്തിവെച്ച ശേഷം ക്രൂര ബലാത്സംഗത്തിനിരയാക്കി. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു. സ്ഥാപനത്തിലുണ്ടായിരുന്ന 2,500 രൂപ കൈക്കലാക്കിയാണ് സുബിനും കൂട്ടാളികളും സ്ഥലം വിട്ടത്. സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നായിരുന്നു ഗുണ്ടകളുടെ ഭീഷണി. കേസെടുക്കുന്നതിൽ കാലതാമസമുണ്ടായെന്നും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം ഗുണ്ടകൾക്ക് ലഭിച്ചെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ആരോപണം ജില്ലാ പോലീസ് മേധാവി തള്ളി. കൃത്യമായ മൊഴിയും മറ്റ് തെളിവുകളും ലഭിച്ചതോടെ 3 തീയതി FIR രജിസ്റ്റർ ചെയ്തു. കേസിൽ 6 പേരാണ് പ്രതികൾ. സുബിൻ ഉൾപ്പെടെ 3 പേർ ഇതുവരെ അറസ്റ്റിലായി. കൊടും ക്രിമിനലാണ് മരണ സുബിൻ. പോലീസുകാരെ സ്റ്റേഷനിൽ കയറി ആക്രമിച്ച കേസിലടക്കം പ്രതിയാണ്. ഈ അടുത്താണ് കാപ്പ കേസിൽ ശിക്ഷ കഴിഞ്ഞ് ജയിൽ മോചിതനായത്. പോലീസ് രാഷ്ട്രീയ ഗുണ്ടാ കൂട്ടുകെട്ടാണ് തിരുവല്ലയിൽ മരണ സുബിനെ പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് പിന്തുണയേകുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഈ കേസിൽ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. പോലീസുകാരെ സ്റ്റേഷനിൽ കയറി ആക്രമിച്ച കേസിലടക്കം പ്രതിയായ സുബിൻ കാപ്പ നിയമപ്രകാരമുള്ള ശിക്ഷ കഴിഞ്ഞ് അടുത്തിടെയാണ് ജയിൽ മോചിതനായതെന്നും എന്നിട്ടും ഇയാൾക്ക് എങ്ങനെയാണ് നഗരത്തിൽ ഇത്രയും അധികം സ്വാധീനമുണ്ടായതെന്നും സ്പാ ജീവനക്കാർ പരാതി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മരണ സുബിനെ പോലുള്ള ആളുകളെ നിലയ്ക്ക് നിർത്താൻ പോലീസിന് സാധിച്ചില്ല എന്ന ചോദ്യം കൃത്യമായി ഉയരുന്നുണ്ട്. എന്തായാലും ഇയാൾക്ക് നഗരത്തിൽ ഇത്രയും അധികം സ്വാധീനമുണ്ടാക്കാൻ പോലീസിന്റെയോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയോ പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്.